സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സി പരീക്ഷകൾ ജയിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചവർക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന നിമിഷമാണിത്. എന്നാൽ ആ സന്തോഷത്തിനിടയിലും പലരെയും അലട്ടുന്ന ഒരു വലിയ പേടിയുണ്ട്: സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. ഇതൊരു വലിയ കടമ്പയൊന്നുമല്ല. ശരിയായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായി നമുക്ക് ഈ പ്രക്രിയ പൂർത്തിയാക്കാം. ഇന്നത്തെ വീഡിയോയിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് വെരിഫിക്കേഷൻ പ്രോസസ്സ്, റീവെരിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യകതകൾ, വെരിഫിക്കേഷൻ ടൈമിൽ നമ്മൾ സ്ഥലത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പരിശോധിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. പി എസ് സി ഒരു എക്സാം നടത്തി അതിൻ്റെ വാല്യൂഷനും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരുന്നതായിരിക്കും. സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള അവസാന തീയതി പ്രത്യേകം ശ്രദ്ധിക്കണം. ശേഷം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഈ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകളുടെ വെരിഫിക്കേഷന് വേണ്ടി നേരിട്ട് പി എസ് സി ഓഫീസിൽ ഹാജരാകേണ്ടതുണ്ട്. അതിനായി നമുക്ക് പ്രൊഫൈലിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും: ഏത് ദിവസം, ഏത് സമയം, ഏത് പി എസ് സി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന മെസ്സേജ്. വെരിഫിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പി എസ് സി ഓഫീസിലല്ല, നമ്മുടെ വീട്ടിലിരുന്ന് തന്നെയാണ്. നിങ്ങളുടെ OTR പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന രേഖകൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം: വെറും ഫോട്ടോ എടുക്കുന്നതല്ല സ്കാനിങ്. ഡോക്യുമെന്റ് മോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ മങ്ങിപ്പോകുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സർട്ടിഫിക്കറ്റ് സൂം ചെയ്താലും റീഡബിൾ ആയിരിക്കണം. കൂടാതെ സർട്ടിഫിക്കറ്റുകളുടെ 4 കോർണേഴ്സും വ്യക്തമായി കാണാൻ കഴിയുന്ന രീതിയിൽ സ്കാൻ ചെയ്യണം. സർട്ടിഫിക്കറ്റിലെ സീലും ഒപ്പും അത്രത്തോളം പ്രധാനമാണ്. അപ്ലോഡ് ചെയ്തതിൽ ചെറിയൊരു പിഴവുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ സമയത്ത് അത് നമുക്കൊരു തലവേദനയാകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലോഗിൻ ചെയ്ത് എല്ലാം ഓക്കെ ആണോ എന്ന് ഉറപ്പുവരുത്തുക. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണോ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തത് ആ ഡോക്യുമെന്റ്സിന്റെ ഒക്കെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആധാർ കാർഡ്, ID കാർഡ്, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, ജനറൽ സർട്ടിഫിക്കറ്റ്സ് ആയ NCL, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്സിന്റെ ഒക്കെ ഒറിജിനലും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പ്രായം തെളിയിക്കുന്നതിനായി ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. SSLC സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന പ്രധാന രേഖ. ഇതിൽ പേരോ ജനന തീയതിയോ തെറ്റാണെങ്കിൽ ഗസറ്റ് വിജ്ഞാപനം നിർബന്ധമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം: SC ST OBC കാറ്റഗറിക്കാർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, NCL സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഈ സർട്ടിഫിക്കറ്റ് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തതാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ്സിനൊക്കെ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പുതിയ NCL സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് ഈ ഓൾഡ് NCLും പുതിയ NCLും കയ്യിൽ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. റിസർവേഷൻ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്. NCL സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 വർഷവും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 3 വർഷവും EWS സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി 1 വർഷവുമാണ്. നമ്മുടെ പ്രൊഫൈലിൽ അനൗൺസ്മെന്റ് എന്ന ഭാഗത്ത് ഏത് സെന്ററിൽ ഏത് ടൈമിലാണ് വെരിഫിക്കേഷൻ നടക്കുന്നത് എന്ന മെസ്സേജ് വന്നിട്ടുണ്ടാകും. വെരിഫിക്കേഷൻ ദിവസം നിശ്ചയിച്ച സമയത്തിന് ഒരു 30 മിനിറ്റ് മുൻപ് തന്നെ ഓഫീസിലെത്താൻ ശ്രമിക്കുക. വെരിഫിക്കേഷനായിട്ട് നമ്മൾ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ പറഞ്ഞ സമയമാകുമ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റി നമുക്ക് ഏത് ഹാളിലേക്കാണ് പോകേണ്ടത് എന്ന ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. അപ്പോൾ ആ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികളെ പല ബാച്ചായിട്ട് തിരിച്ചിട്ടുണ്ടാവും. അതായത് ബാച്ച് 1, ബാച്ച് 2, ബാച്ച് 3, ബാച്ച് 4 എന്നിങ്ങനെ. അപ്പോൾ അവിടെ ഓരോ സെക്ഷനായിട്ട് ഇരിക്കാനുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ്സും ഉണ്ടാവും. ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സീരിയൽ നമ്പറിൻ്റെ ഓർഡറിനനുസരിച്ചിട്ടാണ് വെരിഫിക്കേഷന് വിളിക്കുന്നത്. അങ്ങനെ നമ്മളുടെ സീരിയൽ നമ്പർ എത്തി, നമ്മൾ ആ വെരിഫിക്കേഷൻ ഉദ്യോഗസ്ഥൻ്റെ അടുത്തെത്തി. അപ്പോൾ അവർ ആദ്യം നമ്മുടെ അടുത്ത് പേര് ചോദിക്കും. പിന്നെ വെരിഫിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിലുള്ള ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വെച്ച് നമ്മൾ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സും മാച്ച് ചെയ്ത് നോക്കും. പിന്നെ നമ്മുടെ സൈൻ ഇട്ട് കാണിച്ചു കൊടുക്കണം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ PSC പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത സൈന് തന്നെയായിരിക്കണം അവിടെ ഒപ്പിട്ട് നൽകേണ്ടത്. ഈ വെരിഫിക്കേഷൻ ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്യുന്ന ഹാളിൽ തന്നെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും. ചില സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്തത് സൂം ചെയ്ത് നോക്കുമ്പോൾ റീഡബിൾ അല്ലെങ്കിൽ അത് റീ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും. അത് നമുക്ക് ആ ഹാളിൽ നിന്ന് അപ്പം തന്നെ ചെയ്യാവുന്നതാണ്. ചില മിസ്റ്റേക്സ് നമുക്ക് അവിടുന്ന് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അവർ നമുക്ക് വേറൊരു ഡേറ്റ് തരും. അപ്പോൾ ആ ഡേറ്റിനുള്ളിൽ
അപ്ലോഡ് ചെയ്തിട്ട് റീവെരിഫിക്കേഷന് ചെല്ലാൻ പറയും. PSC ഉദ്യോഗസ്ഥർ നമ്മളെ സഹായിക്കാൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ അവർ കറക്റ്റ് ചെയ്യാനുള്ള സമയം തരും. ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ആണെങ്കിൽ അവർ തന്നെ ചെയ്ത് റെഡിയാക്കി തരും. നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന അതേ ക്രമത്തിൽ അടുക്കി വെക്കുക. ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ കയ്യിലുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റും കമ്പ്യൂട്ടറിലെ ഡാറ്റയുമായിട്ട് ഒത്തുനോക്കി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയാൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണോ വെരിഫൈ ചെയ്തത് ആ സർട്ടിഫിക്കറ്റിനൊക്കെ ഒരു ഗ്രീൻ കളറിലുള്ള ടിക്ക് മാർക്ക് കാണാൻ കഴിയും. നമ്മൾ 10th ലെവൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സാമിൻ്റെ വെരിഫിക്കേഷനാണ് പോയിട്ടുള്ളതെങ്കിൽ നമ്മളുടെ കയ്യിൽ 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി, PG ഒക്കെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ ചില ഉദ്യോഗസ്ഥർ നമുക്കത് കംപ്ലീറ്റ് ആയിട്ടും PG വരെയുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവിടുന്ന് നമുക്ക് വെരിഫൈ ചെയ്തു തരും. ചില സമയങ്ങളിൽ തിരക്കാണെങ്കിൽ നമുക്ക് ഏത് സർട്ടിഫിക്കറ്റ് ആണോ ആ എക്സാമിനായിട്ട് വെരിഫൈ ചെയ്യേണ്ടത് അപ്പോൾ അത് മാത്രമേ ചെയ്തു തരുള്ളൂ. ഒരിക്കൽ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ടിക്ക് മാർക്ക് വന്ന ഫയൽ പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല, അത് ലോക്കായിരിക്കും. വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയാൽ നമ്മുടെ പ്രൊഫൈലിൽ 1 ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്ത് വരും. അത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാവുന്നതാണ്. പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പേരിൽ ചെറിയ അക്ഷരത്തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു? അതിനായിട്ട് വില്ലേജ് ഓഫീസറിൽ നിന്ന് 1 ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മതി. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാൽ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുക. അത് നേരത്തെ ജോലിയിലുള്ളവരാണെങ്കിൽ NOC നിർബന്ധമാണ്. 1 ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞ് OTV സർട്ടിഫിക്കറ്റ് ലഭിച്ചവർ വീണ്ടും വെരിഫിക്കേഷൻ ചെയ്യേണ്ട സാഹചര്യമാണ് ഇനി പറയുന്നത്. ജനറൽ കാറ്റഗറിക്കാർക്ക് OTV സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം പുതിയ സർട്ടിഫിക്കറ്റ്സ് ഒന്നും തന്നെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ 1 ടൈം വെരിഫിക്കേഷന് ഹാജരാകേണ്ടതില്ല. എന്നാൽ EWS സർട്ടിഫിക്കറ്റ് പോലുള്ളവ പുതിയതാണെങ്കിൽ അത് വെരിഫൈ ചെയ്യേണ്ടതാണ്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, NCL തുടങ്ങിയ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി കഴിഞ്ഞവർ അതിൻ്റെ പുതിയ സർട്ടിഫിക്കറ്റ് എടുത്തു വേണം വെരിഫിക്കേഷന് ഹാജരാകാൻ. ഇനി പറയാൻ പോകുന്നത് കേരള PSCയുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് നേരിട്ട് ഹാജരാകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പകരമായി മറ്റൊരാളെ അയക്കുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നത് ഉദ്യോഗാർത്ഥിയുടെ വ്യക്തിപരമായ കാര്യമായതിനാൽ നേരിട്ട് ഹാജരാകാനാണ് PSC എപ്പോഴും നിർദ്ദേശിക്കുന്നത്. എന്നാൽ വളരെ അനിവാര്യമായ കാരണത്താൽ, ഉദാഹരണത്തിന് വിദേശത്ത് ജോലി ചെയ്യുന്നവർ, ഗുരുതരമായ രോഗാവസ്ഥയിലുള്ളവർ, ഇങ്ങനെ അസാധാരണ സാഹചര്യം ഉള്ളവർക്ക് മാത്രമേ മറ്റൊരാളെ അയക്കാൻ അനുവാദം ലഭിക്കുന്നുള്ളൂ. നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സാഹചര്യം അറിയിക്കുക. ഓഫീസിൽ ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. ചിലപ്പോൾ അവർ നിങ്ങളുടെ വെരിഫിക്കേഷൻ ഡേറ്റ് മാറ്റിത്തരാൻ ചാൻസ് ഉണ്ട്. ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ തീരുമാനം തന്നെയാണ് ഇവിടെ അന്തിമമായിട്ടുള്ളത്. അടിയന്തര സാഹചര്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം മറ്റൊരാളെ, അതായത് നിങ്ങളുടെ രക്ഷിതാവിനെയോ അല്ലെങ്കിൽ അടുത്ത ബന്ധുവിനെയോ വെരിഫിക്കേഷനായിട്ട് പോകാനുള്ള അനുവാദം കിട്ടും. അപ്പോൾ അങ്ങനെ മറ്റൊരാളാണ് വെരിഫിക്കേഷന് പോകുന്നതെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഒരു റിക്വസ്റ്റ് ലെറ്റർ തയ്യാറാക്കണം. അത് സ്വന്തം കൈയക്ഷരത്തിൽ തന്നെ അപേക്ഷ തയ്യാറാക്കുന്നതാണ് നല്ലത്. അതിൽ നിങ്ങളുടെ പേര്, ഒപ്പ്, എന്തുകൊണ്ടാണ് വെരിഫിക്കേഷന് വരാൻ പറ്റാത്തത് എന്ന കൃത്യമായ കാരണം ഈ ലെറ്ററിൽ ഉണ്ടായിരിക്കണം. ഫ്രം ടു എഴുതിയതിന് ശേഷം സബ്ജക്റ്റ് എഴുതണം. എനിക്ക് വെരിഫിക്കേഷന് ഹാജരാവാൻ കഴിയാത്ത സാഹചര്യമാണ്, ആയതിനാൽ എനിക്ക് പകരമായി വരുന്ന ബന്ധുവിൻ്റെ കയ്യിലെ സർട്ടിഫിക്കറ്റ് വാങ്ങി വെരിഫൈ ചെയ്ത് വെരിഫിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കി തരാൻ താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന രീതിയിലാണ് ലെറ്റർ എഴുതേണ്ടത്. കൂടാതെ നമ്മുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനലും ID കാർഡ്, ആധാർ കാർഡ് എന്നിവയും, അതുപോലെ വെരിഫിക്കേഷന് പോകാൻ നിൽക്കുന്ന വ്യക്തിയുടെ ഒറിജിനൽ ആധാർ കാർഡും കയ്യിൽ കരുതാൻ മറക്കരുത്. ഇതൊരു ഔദ്യോഗിക നടപടി ആയതുകൊണ്ട് എല്ലാം കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക. ഒന്നും പേടിക്കാനില്ല, PSCയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത ഒരു PSC അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.